ഹായ്. ഇന്ന് നമ്മൾ ഫുഡ് വീഡിയോ ആയിട്ടൊന്നും വന്നതല്ല കേട്ടോ. ഒരു കാര്യം പറയാനായിട്ട്, കഴിഞ്ഞ ദിവസം ഷംല വീണതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയതും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചായിരുന്നു. അത് പങ്കുവെക്കാൻ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഷംലായെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ അന്ന് ഇട്ടത്. പിന്നെ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു വിഷയമായിട്ടാണ്. ഒരാഴ്ചയോളം വയ്യാതിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ അത്. കാര്യം നിങ്ങൾ ആ മെസ്സേജിൽ കൂടെ ഇത്രയേറെ മെസ്സേജുകൾ, ഇത്രയേറെ സപ്പോർട്ട് നമുക്ക് ആൾക്കാർ നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ അവരൊക്കെ പലരും പറഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. ബുദ്ധിമുട്ടാണ്, എന്നാലും പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കണം, അതിനുള്ള കുറേ മരുന്നുമൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് നിൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്കും കാണണം. കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇച്ചിരി പയ്യൊക്കെ നടന്നു വരാം. പിന്നെ ഒത്തിരി കട്ടിയായിട്ടൊന്നും പണി ചെയ്യണമെന്ന് പറഞ്ഞു. 3 ആഴ്ച ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം ഒത്തിരി പേര് ഇതിന് മാത്രം ഞങ്ങളെ സ്നേഹിക്കാനുള്ള ആൾക്കാർ, എല്ലാവർക്കും വേണ്ടി ഒരു ഇത് നമുക്ക്. പിന്നെ എല്ലാവരെയും ഞങ്ങളുടെ ഒരു വിഷമവും ഞങ്ങളുടെ സങ്കടവും ഞങ്ങളോട് അന്വേഷിക്കാനും എല്ലാ കാര്യവും നിങ്ങൾ ആയിട്ട് ഷെയർ ചെയ്ത് അല്ലേ. ഒരുപാട് പേര് അത് കഴിഞ്ഞ ദിവസം കമൻറ്റ് ഒന്ന് കണ്ടാൽ മതി, ഇത്ര പേരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ സത്യമായിട്ട് ഞാൻ ഓർത്ത് ഞാനിങ്ങനെ എണ്ണിച്ച് നടക്കത്തില്ലെന്ന്. പക്ഷേ പടച്ചവനും ദൈവം എനിക്ക് നടക്കാനുള്ള ഇത് തന്ന്. എന്നാന്ന് വെച്ചാൽ അതുപോലെ ഞാൻ വേദന തിന്നുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കിടന്നിട്ട് എണ്ണിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. എന്നാലും എനിക്ക് ഇത്രയല്ലേ വന്നുള്ളൂ. അതിന് ഞാൻ പടച്ചവനോട് ഇതാക്കുന്നു. എന്നാന്ന് വെച്ചാൽ പൊട്ടലോ വേറെ വല്ല അസുഖമാണോ ഒന്നും ഉണ്ടായില്ല, വെറും ചതവ് മാത്രം. പക്ഷെ ആ ചതവിനാണേലും വേദനയുണ്ട്. അപ്പം എല്ലാവരോടെയും ഇതൊന്ന് പറയാൻ വേണ്ടി അല്ലേ സീജ, എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്ത്. പിന്നെ ഇന്ന് ആശുപത്രി ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താണെന്നറിയാം, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കും തോന്നി. കാര്യം എന്താണെന്ന് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ മെയിൻ കാര്യം, നിങ്ങൾ ബാത്റൂമിലൊക്കെ പോകുമ്പോഴത്തേക്കും എണ്ണ തേച്ചോണ്ട് നിങ്ങൾ പോകണ്ട. ഒന്നത് കാര്യം വളരെ അപകടം പിടിച്ച ഒരു സിറ്റുവേഷനാണ് എണ്ണ തേച്ച് ബാത്റൂമിലൊക്കെ കുളിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബാത്റൂമിൽ പോയതിന് ശേഷം എണ്ണമയം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് വെളിയിൽ ഇറങ്ങാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലീൻ ചെയ്തിട്ടേ ഇറങ്ങാവുള്ളൂ. അല്ല അടുത്ത ആൾ വരുമ്പോഴത്തേക്കും കറക്റ്റ് ചവിട്ടി തന്നെ വീടും, തലയടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ഡോക്ടറെ കാണാൻ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അത് വളരെ ഒരു പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ ആ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, വളരെ നിസ്സാരമായിട്ടാണ് അതൊക്കെ കാണുന്നത്. ഇപ്പം നമ്മുടെ അനുഭവം വന്നപ്പോൾ നമ്മളത് പഠിച്ച്. കാര്യം ഒരല്പം വെള്ളമോ എണ്ണമയോ ഒക്കെ കണ്ടാണല്ലോ, അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കും. കാര്യം അത്ര ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാർ ആശുപത്രി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറയായിരുന്നു ഇനിയെങ്കിലും വളരെയേറെ സൂക്ഷിക്കണം. പിന്നെ അതുകൂടാതെ നമ്മളന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേക്കുണ്ട് കഴിഞ്ഞ ആഴ്ച നീ വീണതിൻ്റെ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. എന്താണെന്നറിയോ, നമ്മുടെ ആ സുഹൃത്തിൻ്റെ അപ്പൻ ബാത്റൂമിൽ കയറി കുറേ നേരമായിട്ട് ആളുടെ ഒരു റിപ്ലൈ ഇല്ല, വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഒരു അനക്കവും കാണാതെ അത് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാനത് അറിഞ്ഞ്. അപ്പോൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ കാല് സ്ലിപ്പായിട്ട് ക്ലോസറ്റിൻ്റെ തലയടിച്ചിട്ട്. കാര്യം വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം ഇദ്ദേഹം എണ്ണിക്കാൻ വയ്യ, തലയടിച്ച് അവിടെ കിടന്ന് മരണപ്പെട്ട് ഒരവസ്ഥയുണ്ടായി. കുറേ നാളായതാണ്. പുള്ളി അത് പറഞ്ഞപ്പോഴത്തേക്കും വളരെ വിഷമം തോന്നി. കാര്യം അവരാരും അറിഞ്ഞില്ല. കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചെന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുകയാണ്. ആളപ്പോഴേ മരിച്ചുപോയി. തല നല്ല ശക്തമായിട്ട് പുറവശം അങ്ങോട്ട് അടിച്ച്. അപ്പം നിങ്ങൾ എനിക്ക് ഇത് പടച്ചവന് ഞാൻ വീണ് പുറകോട്ടാണ് വീണ്. പക്ഷേ എൻ്റെ തലയും അടിച്ചില്ല, കാലിനും ഒന്നും. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കാലിന് എന്നാന്ന്, പക്ഷെ കാലിനൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ നടുവിൻ്റെ ഭാഗമാണ് നല്ല ശരിക്ക് അടി കെട്ടിട്ടുണ്ട്, ചതഞ്ഞത്. അത് സാരമില്ല, എനിക്ക് എണ്ണിച്ച് നടക്കാനുള്ള ആവ് തന്നിട്ടുണ്ടല്ലോ. അതിന് പടച്ചവനെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന
സ്പെഷ്യലാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഏതായാലും ആ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം. ബെൽറ്റിലാണ്. അപ്പോൾ അത്യാവശ്യം മരുന്ന്, വേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കുറവാകും. അപ്പം എനിക്ക് ഒരു ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ വെള്ളവും എണ്ണമയോ ഒക്കെ ടൈലിൻ്റെ മേളിലൊക്കെ കിടന്നാൽ, കാര്യം ഒറ്റ നിമിഷത്തെ ഒരു അശ്രദ്ധയാണ് ചിലപ്പോൾ നമ്മൾ എന്തെന്നേക്കുമായിട്ട് കിടക്കപ്പോയെന്ന് എണ്ണിക്കാതെ അവസ്ഥയുണ്ടാകും. ഞാൻ ഈ ഒരാഴ്ച കിടന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചു. എന്നാന്നോ നമുക്കൊന്ന് തിരിയാനൊന്നും പറ്റത്തില്ല. ഒരു വശത്തോട്ട് ചരിയുവാണെങ്കിൽ ഇപ്പുറത്തോട്ട് അങ്ങ് കഴച്ച് വേദന എടുത്ത് അങ്ങ് കയറും. അതുപോലെ വേദന. ആർക്കും പടച്ചവനെ ഇങ്ങനെ വീഴാതെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആർക്കും ഇത് അനുഭവം ഉണ്ടാകരുത്. ഞാൻ അനുഭവിച്ചു. അല്ലാതെ ഇപ്പം നമ്മളിത് പറയുന്നില്ലേ, നമ്മുടെ ഒരു അശ്രദ്ധ കുറവുണ്ട്. വളരെ വിലപ്പെട്ട ജീവനാണ് അപകടത്തിലുണ്ടാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നെ അപ്പോഴാണ് അതിനെക്കുറിച്ച് ഇത്രയും ഭീകരമായ ഒരു സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അടുക്കള ഭാഗത്ത് ടൈലൊക്കെ ഇട്ട ഭാഗത്താണെങ്കിൽ അവിടെ വെള്ളവും എണ്ണയൊക്കെ വീഴാതിരിക്കുക. വീണാൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതുപോലെ ബാത്റൂമിലൊക്കെ കയറുമ്പോഴത്തേക്കും ഗ്രിപ്പുള്ള ചെരുപ്പില്ലേ, അതായത് സ്ലിപ്പാകാതിരിക്കാൻ അത്രയും ചെരുപ്പുകളൊക്കെ മാത്രം ഉപയോഗിക്കാവുള്ളൂ. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നെ കേട്ടോ. അല്ലാതെ നമുക്കത്രയും ഇതൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു തന്നാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കല്ലേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാവൊക്കെ. ഇതെല്ലാവരും ആയിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർത്തു. കാര്യം നാളെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറില്ലേ എന്നാഗ്രഹം ഉള്ളതുകൊണ്ട് പറയാം. മുത്തച്ചായിക്ക് എന്നാന്നോ എന്നെ ഈ പിടിച്ച് വലിക്കുകയും പൊക്കുകയും എന്നെ നോക്കുന്ന എല്ലാം ഇപ്പോൾ മുത്തച്ചായിക്ക് മനസ്സിലായി. എന്നാന്ന് വെച്ചാൽ അതുപോലൊരു ഇതായിട്ട് എന്നെ നോക്കിയത് എൻ്റെ ഭർത്താവ് മുത്തച്ച. അപ്പം ആ വേദന ഞാൻ സഹിക്കുന്ന എല്ലാം കണ്ടോണ്ടിരിക്കുക. അതാ ഇനി ആർക്കും ഇതുണ്ടാകരുതെന്നും വേണ്ട ഈ പറഞ്ഞു തരുന്നത്. അതെന്നറിയാം. ഇപ്പൊ നിനക്ക് ഇത് വയ്യാതെ ഒരാഴ്ച കൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ച സഹായം ഇല്ലാതായി. കാരണം ഞാനും തന്നെ ഇത് പാചകം ഉള്ളാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യാനും അത് ചെയ്യണം ഇത് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം ഇടയ്ക്ക് മോള് വരും. മോളാണെങ്കിൽ 8 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നു. ആ കൊച്ചു വന്നാൽ അതിനൊരു സഹായം വേണ്ടേ. അപ്പം തള്ളയാണ് അതൊക്കെ ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇവിടെ ഒന്ന് ശരിക്കും നോർമലായിട്ട് വേണം ആ കൊച്ചിൻ്റെ കാര്യങ്ങളോ ശ്രദ്ധിക്കാൻ. എനിക്കതുകൊണ്ട് പഠിച്ചോ ഞാനൊരു ഇതും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു വീഴ്ചയിൽ ഇത്രയും സംഭവിച്ചോളൂ അല്ലേ. അതെ, അത് നീ അതിന് നന്ദി പറയണം. എന്നാന്ന് വെച്ചാൽ പഠിച്ചവനോട് ഇതെല്ലാം സംഭവിച്ചല്ലോ ഓരോരുത്തരെ കിടന്ന് അനുഭവിക്കുന്ന. ഞാൻ എണ്ണിച്ച് നടക്കുന്നത് തന്നെ. ഞാനിപ്പോൾ അതിലെ എണ്ണിച്ച് കിടന്നിട്ട് എണ്ണിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഞാൻ ഇതിലെല്ലാം അങ്ങ് നടക്കും പയ്യെ പയ്യെ. ഒത്തിരി സ്പീഡിൽ നടക്കല്ലേ, കുനിഞ്ഞൊരു ചെയ്യല്ലേ. നടുവേദന കുറച്ച് ദിവസം 1 മാസത്തോളം നിൽക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ആ ഗുളിക കഴിച്ചിട്ട് പയ്യെ നടന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെയും എനിക്ക് അസിച്ചുണ്ട് എല്ലാ ഒന്ന് ജോലി ചെയ്യാനും എടുക്കാനും എല്ലാം. അപ്പോൾ ഓരോരുത്തരും ഏതായാലും ഇത് ഈ ബെൽറ്റൊക്കെ ഇട്ട് നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരെ പ്രാർത്ഥനയുണ്ട് കമൻറ്റിൽ കൂടെ നമ്മളെ അറിയിച്ച്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയേറെ സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. ആ കമൻറ്റൊക്കെ വായിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ സങ്കടം വന്നു ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ തരാനായിട്ട് മാത്രം ഈ വീഡിയോ ഒന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാര്യം നിങ്ങൾ മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരോടെയും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.